എല്ലാവർക്കും ഞങ്ങളുടെ തോണി എന്നുള്ള യൂട്യൂബ് ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞങ്ങൾ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ ഇനി കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. ഇനി എന്തായാലും കണ്ടിന്യൂസ് വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. എങ്ങനെ ഒരു ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കാം, നാടൻ ചെമ്മീൻ അച്ചാർ എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നാണ്. എല്ലാ വീട്ടമ്മമാർക്കും ഒരു പരാതിയാണ്, അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ പൂപ്പലായി പോകുന്നു, ഒരു മാസം കഴിഞ്ഞാൽ ചീത്തയായി പോകുന്നു എന്നൊക്കെ. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു ചെമ്മീൻ അച്ചാർ എങ്ങനെ ഇടാം എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ എങ്ങനെ ഇടാന്നുള്ളൊരു കൺസെപ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ചെമ്മീൻ നന്നായിട്ട് കഴുകിയൊക്കെ വെച്ചേക്കായിരുന്നു. അപ്പോൾ അതിലോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി തിരുമ്മി അടുപ്പിൽ വെച്ചേക്കുവാണ്. നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആവി കൊള്ളിച്ചെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ചെമ്മീനൊക്കെ വെന്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു, ചെമ്മീൻ നല്ലപോലെ തിരുമ്മി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് എണ്ണയിലോട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുകയാണത്. ആ ഒരു ചെമ്മീൻ നമ്മൾ വിനാഗിരിയും ഉപ്പും ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി തിരുമ്മിയിട്ട് ഇതേപോലെ എണ്ണയിലോട്ട് ഇടുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നല്ല മുരുമുരാന്നിരിക്കും ചെമ്മീൻ. അതിൻ്റെ പുറത്തോട്ട് നമ്മൾ പച്ച കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക. നന്നായിട്ട് ഫ്രൈ ചെയ്യണം കേട്ടോ, എന്നാലേ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ചെമ്മീൻ്റെ നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്കെങ്കിൽ ഒരു പാത്രത്തിലോട്ടത് കോരിയെടുക്കാം. അങ്ങനെ കോരുമ്പോൾ നമ്മൾ കോരി വെക്കുന്ന പാത്രത്തിൽ വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അച്ചാറിന് കേടൊക്കെ സംഭവിക്കും, പൂപ്പൽ അതേപോലെയുള്ള സംഭവമൊക്കെ വരും. അപ്പോൾ പാത്രമൊക്കെ നല്ല ഒരു തുണി വെച്ച് തുടച്ചിട്ട് വേണം നമ്മൾ ഈ ചെമ്മീൻ അങ്ങോട്ട് കോരിയിടാൻ വേണ്ടിയിട്ട്. അടുത്തായി അച്ചാറിടാൻ വേണ്ടി നമ്മൾ വറുത്ത് കോരി വെച്ചേക്കണ ചെമ്മീൻ, അച്ചാർ പൊടി, ചെറിയ മസാലപ്പൊടി, കുരുമുളക് പൊടി, പച്ചമുളക്, ചെറിയ ഉള്ളിയിലെ അത് അരിഞ്ഞത്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, കുറച്ച് മുളക് പൊടി, വിനാഗിരി എന്നിവയാണ് നമ്മൾ ആദ്യം എടുത്ത് വെക്കേണ്ടത്. ചട്ടി വെച്ച് കഴിഞ്ഞ ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇടുക. ശേഷം ഓരോന്നായിട്ട് വെളുത്തുള്ളി, നമ്മൾ ഇഞ്ചി, പിന്നെന്താണ് പച്ചമുളക്, വേപ്പില, ഇതൊക്കെ ഓരോന്നായിട്ട് ഇട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വഴറ്റണം. എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. ആ ഒരു പച്ചമണമൊക്കെ പോയിട്ട് നന്നായിട്ട് വഴറ്റണ വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇളക്കിക്കൊണ്ടിരിക്കുന്നതിലോട്ട് നമുക്കതിന് വേണ്ട ചേരുവകളൊക്കെ ഇടാം. ആദ്യം തന്നെ മസാലപ്പൊടി, പാകത്തിന് മസാലപ്പൊടി നമ്മൾ വീട്ടിൽ പൊടിച്ച മസാലയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ശേഷം അച്ചാർ പൊടി, അത് ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അച്ചാർ പൊടി. അതും ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ മുളക് പൊടി ഇടാം കേട്ടോ. ഞാൻ കുറച്ച് ഇടക്കിടക്ക് ഇത്തിരി നമ്മുടെ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. കൂടുതലും എന്നാലും അച്ചാർ പൊടിയാണ് ഇട്ടിരിക്കുന്നത്, എന്നാലും മുളക് പൊടി ഞാൻ ലേശം ചേർക്കുന്നുണ്ട്. വീട്ടിൽ പൊടിപ്പിച്ച മുളക് പൊടിയാണ് കേട്ടോ അത്. നമ്മുടെ വീട്ടിൽ മുളക് ഉണക്കി പൊടിച്ചതാണ്. ഇനി ഇതിലോട്ട് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലോട്ടിട്ട് നന്നായിട്ട് ഇളക്കി ആ മസാല നമ്മൾ ചെമ്മീൻ നന്നായിട്ട് പിടിക്കുന്ന വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വിനാഗിരി ഉണ്ടായിരുന്നല്ലോ, ആ വിനാഗിരി ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ജസ്റ്റ് തിളപ്പിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടണവരെ നിൽക്കുക. എണ്ണ തെളിയുന്ന വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ അച്ചാർ റെഡിയായി കഴിഞ്ഞു. നമ്മൾ കൂടുതലും ഈ അച്ചാറൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉണങ്ങിയ സ്പൂണ്, ഉണങ്ങിയ പാത്രം ഒക്കെ ഇടാൻ നോക്കുക. അവസാനം നമ്മൾ ആ എണ്ണ തെളിഞ്ഞു വരുമ്പോഴേക്കും അതിലോട്ട് ലേശം കായപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ അച്ചാർ അടിപൊളിയായിരിക്കും. നമ്മുടെ ചെമ്മീൻ അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കുക. നമുക്ക് 1 കിലോ ചെമ്മീൻ മേടിച്ചാൽ അത്യാവശ്യം നമുക്ക് കുറേ നാൾ എടുക്കാൻ പറ്റും. ഏകദേശം 1 കൊല്ലം വരെ ചീത്തയാകാതെ നമ്മുടെ വീട്ടിലുണ്ടാവും. സ്പൂണും നമ്മളിടുന്ന പാത്രമൊക്കെ സൂക്ഷിച്ചെടുത്താൽ മാത്രം മതി. എല്ലാവർക്കും ചെമ്മീൻ അച്ചാർ തന്നെ ഉണ്ടാക്കാം, കഴിക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ.
അപ്പോൾ ഈ ഉണ്ടാക്കിയ അച്ചാർ ഞാൻ കടകളിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ കുപ്പിയിലാക്കി കൊടുക്കാറുണ്ട്. എൻ്റെ അച്ചാറിൻ്റെ പേരാണ് സ്പൈസി നാടൻ ചെമ്മീനച്ചാറാണെന്നാണ് പേര്. അപ്പോൾ 100 ഗ്രാം മുതൽ ഞാൻ പാക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്, ഫോൺ നമ്പർ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ, ബൈ.